സരസ്വതി FM കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ. സരസ്വതി FMലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ 6 കൊല്ലവർഷം 1200 മീനം 23 ഞായറാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ അഭിമാനമായ പുതിയ പാമ്പൻ കടൽപ്പാലത്തിന്റെ സമർപ്പണം ഇന്ന്. വീടുകളിൽ സോളാർ പ്ലാന്റ് നിർബന്ധമാക്കാൻ നിയമം വരുന്നു. അജ്ഞത മൂലം കേരളം പാഴാക്കുന്നത് 2000 കോടി രൂപയുടെ ചക്ക. സ്മാർട്ട് 10 മുതൽ പൂർണ്ണ സജ്ജമാകും. ഈ അവധിക്കാലത്ത് കുറഞ്ഞ ചിലവിൽ മികച്ച സർജറി പാക്കേജുമായി സരസ്വതി. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ അഭിമാനമായ പുതിയ പാമ്പൻ കടൽപ്പാലത്തിന്റെ സമർപ്പണം ഇന്ന്. ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് വിസ്മയമായി വിശേഷിക്കപ്പെടുന്ന പുതിയ പാമ്പൻ കടൽപ്പാലം രാമേശ്വരത്ത് ഇന്ന് ഉച്ചയ്ക്ക് 12:45 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കും. തുടർന്ന് 12 മിനിറ്റ് അനുബന്ധ ചടങ്ങുകളുണ്ട്. രാമേശ്വരത്ത് നിന്ന് താമ്പരത്തേക്കുള്ള പുതിയ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യും. ഈ ട്രെയിൻ കടന്നുപോയ ശേഷം പാലത്തിന്റെ വെർട്ടിക്കൽ ലിഫ്റ്റ് സ്പാൻ ഉയർത്തി തീരസംരക്ഷണ സേനയുടെ ചെറുകപ്പൽ അടിയിലൂടെ കടത്തിവിടും. റെയിൽവേയുടെ മറ്റു ചില പദ്ധതികളും ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യും. വീടുകളിൽ സോളാർ പ്ലാന്റ് നിർബന്ധമാക്കാൻ നിയമം വരുന്നു. പ്രതിമാസം 500 യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന 100 ചതുരശ്ര മീറ്ററെങ്കിലും പുരപ്പുറമുള്ള വീടുകളിൽ സോളാർ പ്ലാന്റ് നിർബന്ധമാക്കാൻ 2025 കരട് വൈദ്യുത നയത്തിൽ ശുപാർശ. കുറഞ്ഞത് 1 കിലോവാട്ട് ശേഷിയുള്ള പ്ലാന്റാണ് സ്ഥാപിക്കേണ്ടത്. സ്വന്തം വീടിന് മുകളിൽ സോളാർ പ്ലാന്റിന് ഇടമില്ലാത്ത ഗാർഹിക ഗുണഭോക്താക്കൾക്ക് സൗരോർജ്ജ പദ്ധതികളിൽ നിക്ഷേപം നടത്താം. അജ്ഞത മൂലം കേരളം പാഴാക്കുന്നത് 2000 കോടി രൂപയുടെ ചക്ക. പുറന്തൊലി മുതൽ അകക്കാമ്പു വരെ ഉപയോഗയോഗ്യമെങ്കിലും കേരളം പ്രതിവർഷം പാഴാക്കുന്നത് 2000 കോടി രൂപയുടെ ചക്ക. പച്ചച്ചക്ക നന്നാക്കിയെടുക്കാനുള്ള മടിയാണ് പ്രധാന കാരണം. പ്രതിവർഷം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടുകാർ വാങ്ങിക്കൊണ്ടു പോകുന്ന ചക്ക 50,000 ടണ്ണാണ്. ഇതിന്റെ പല മടങ്ങ് പാഴാക്കി കളയുന്നു. ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിൽ പ്രധാന വിഭവമായിരുന്ന എല്ലാ വീട്ടിലും തിളങ്ങി നിന്നിരുന്ന ഔഷധ ഗുണമുള്ള വിശക്കുന്ന വയറിന് പശ്ചിമഘട്ട മലനിരകളുടെ വരദാനമായ കേരളത്തിന്റെ ചക്ക പാഴാക്കാതെ പരിപാലിച്ച് പ്രയോജനപ്പെടുത്തുക. സ്മാർട്ട് 10 മുതൽ പൂർണ്ണ സജ്ജമാകും. തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന സേവനങ്ങൾ ഏകീകൃത പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാകുന്ന സ്മാർട്ട് ഏപ്രിൽ 10 മുതൽ പൂർണ്ണ സജ്ജമാകും. വ്യാപാര വ്യവസായ ലൈസൻസ്, വസ്തുനികുതി, തൊഴിൽ നികുതി, കെട്ടിടങ്ങൾ, സ്ഥലങ്ങൾ എന്നിവയിൽ നിന്നുള്ള വാടക, കെട്ടിട നിർമ്മാണ അനുമതി, പൊതുജന പരാതി പരിഹാരം, ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ തുടങ്ങിയ സേവനങ്ങൾ സ്മാർട്ടിലൂടെ ലഭ്യമാകും. ഇതോടെ ഓഫീസിലെത്താതെ തന്നെ പൊതുജനങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷകളുടെയും പരാതികളുടെയും സ്ഥിതി വിവരം ഓൺലൈനായി അപേക്ഷകന് സദാസമയവും അറിയാനാകും. ഈ അവധിക്കാലത്ത് കുറഞ്ഞ ചിലവിൽ മികച്ച സർജറി പാക്കേജുമായി സരസ്വതി പാറശാല. ലഭ്യമായ സർജിക്കൽ വിഭാഗങ്ങൾ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി, ന്യൂറോ സർജറി, ഗൈനക്കോളജി, ഹൃദയ ശസ്ത്രക്രിയ, ഓർത്തോപീഡിക്സ് തുടങ്ങിയ സർജറി പാക്കേജുകളുടെ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ. 9495472598 7593989860. കൗതുക വാർത്തകൾ. 10ലെ പുസ്തകത്തിൽ ചിത്രം വരച്ച് മാളവിക. പുതിയ 10ാം ക്ലാസ്സിന്റെ മലയാളം പാഠപുസ്തകത്തിൽ ചിത്രം വരച്ച് 10ാം ക്ലാസ്സുകാരി. കടയ്ക്കൽ കുറ്റിക്കാട് CP ഹയർ സെക്കൻഡറി സ്കൂളിലെ മാളവികയ്ക്കാണ് ഇക്കൊല്ലം പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളായ കേരള പാഠാവലി, അടിസ്ഥാന പാഠാവലി എന്നിവയിൽ ചിത്രം വരയ്ക്കാൻ അവസരം ലഭിച്ചത്. കേരള പാഠാവലിയിൽ എഴുത്തച്ഛൻ്റെ കഥകളതി മോഹനം എന്ന ആദ്യ പാഠത്തിലും T പത്മനാഭന്റെ മണ്ണും മനുഷ്യനും എന്ന പാഠത്തിലും, അടിസ്ഥാന പാഠാവലിയിൽ ഏകോദര സോദരർ എന്ന യൂണിറ്റിലും മാളവികയുടെ വരകൾ ഇടം പിടിച്ചു. അധ്യാപിക ദമ്പതികളായ ഷാജുവിൻ്റെയും അനിതയുടെയും ഇളയ മകളാണ് മാളവിക. കായികം. രാജ്യത്തിന്റെ ഒളിമ്പിക് മെഡൽ സ്വപ്നങ്ങൾക്ക് കരുത്തു പകരാൻ കേന്ദ്ര കായിക മന്ത്രാലയം പ്രത്യേക പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നു. 10 ഒളിമ്പിക്സ് ഇനങ്ങളിൽ രാജ്യാന്തര നിലവാരത്തിലുള്ള പരിശീലനം ലഭ്യമാക്കുന്ന കേന്ദ്രങ്ങൾ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിലാണ് പ്രവർത്തന സജ്ജമാക്കുക. സ്കൂൾ ഗെയിംസുകളിൽ മികച്ച പ്രകടനം നടത്തുന്ന 14 വയസ്സിന് താഴെയുള്ള 3000-ഓളം താരങ്ങളുടെ പട്ടിക കേന്ദ്രം തയ്യാറാക്കും. ഇവർക്ക് വിദഗ്ധ പരിശീലനം നൽകി ഇതിൽ നിന്നും മികവ് കാട്ടുന്ന 100 മുതൽ 150 താരങ്ങൾക്കാണ് ഒളിമ്പിക്സ് പരിശീലന കേന്ദ്രങ്ങളിൽ പ്രവേശനം നൽകുക. ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ SK അജയ്കുമാർ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആരോഗ്യമുത്തുകളിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം മൂത്രത്തിലെ കല്ല് കാരണങ്ങൾ എന്നതിനെക്കുറിച്ചാണ്. മൂത്രത്തിലെ കല്ല് വളരെ സാധാരണമായ ഒരു രോഗമാണെന്നും അത് പല കാരണങ്ങൾ കൊണ്ട് വരാമെന്നും ലക്ഷണങ്ങൾ പലതാണെന്നും
ടെസ്റ്റുകൾ പലതാണെന്നും ചികിത്സ ലഭ്യമാണെന്നും എല്ലാം നമുക്കറിയാം. എന്നാൽ എന്തുകൊണ്ട് കല്ലുണ്ടാകുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മൂത്രത്തിലെ കല്ലുകൾ പൊതുവെ 3 തരംതിരിക്കാം. സാധാരണ യൂറിക് ആസിഡ് സ്റ്റോൺ, നമ്മുടെ ഇറച്ചി തുടങ്ങിയവ ശരീരത്തിൽ ദഹിച്ച് മെറ്റബോളൈസിന് ശേഷം വരുന്ന അവശിഷ്ടമാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. 2 ഓക്സലേറ്റ് സ്റ്റോൺ. ഓക്സലേറ്റ് എന്ന് പറയുന്ന രാസപദാർത്ഥം നമ്മുടെ പല സസ്യങ്ങളിലും അടങ്ങിയിരിക്കുന്നു, പ്രത്യേകിച്ച് ഇലകളിലൊക്കെ. അത് ശരീരത്തിൽ ആഹാരമായി ചെന്ന് ദഹിച്ച് അതിനെ മെറ്റബോളൈസ് ചെയ്ത് കഴിയുമ്പോൾ ധാരാളം ഓക്സലേറ്റുകൾ യൂറിൻ വഴി പുറന്തള്ളപ്പെടുന്നു. ഈ നമ്മുടെ ശരീരത്തിലെ മലിനവസ്തുക്കൾ പുറന്തള്ളപ്പെടുന്ന യൂറിനിൽ ഗാഢത വർദ്ധിക്കുമ്പോഴാണ് സ്റ്റോൺ ഉണ്ടാകുന്നത് എന്ന് ഓർക്കുക. ഇനി മറ്റ് പല അപൂർവമായ സ്റ്റോണുകൾ ഉണ്ടാകാം, ഉദാഹരണം സിസ്റ്റീൻ സ്റ്റോൺ തുടങ്ങിയവ. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണം മൂത്രം ഗാഢമായി പോകാൻ അനുവദിക്കരുത്. ധാരാളം വെള്ളം കുടിച്ച് മൂത്രത്തിൻ്റെ കോൺസെൻട്രേഷൻ അഥവാ ഗാഢത കുറയ്ക്കുക. വേനൽക്കാലത്ത് മൂത്രത്തിന് മഞ്ഞ നിറം കൂടുന്നതും മൂത്രത്തിൻ്റെ അളവ് കുറയുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ധാരാളം വിയർക്കുമ്പോൾ വളരെ ജലാംശം വിയർപ്പിലൂടെ നഷ്ടപ്പെടുകയും മൂത്രത്തിനുള്ള ജലാംശത്തിൻ്റെ അളവ് കുറയുകയും തന്മൂലം മൂത്രത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക, കഠിനമായ ചൂട് ഒഴിവാക്കുക, ആഹാരത്തിൽ ഓക്സലേറ്റ്, യൂറിക് ആസിഡ് തുടങ്ങിയവ കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഉദാഹരണത്തിന് മാംസം, ചീര, മറ്റ് ഇലവർഗ്ഗങ്ങൾ തുടങ്ങിയവയൊക്കെ ഒഴിവാക്കേണ്ടി വരും. ഇനി മറ്റൊരു കാര്യം, ചില മെറ്റബോളിക് അസുഖങ്ങൾ കൊണ്ട് സ്റ്റോൺ വരാം. ഉദാഹരണത്തിന് ഹൈപ്പർ യൂറിസീമിയ, മറ്റ് ഓക്സലേറ്റ് കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവസ്ഥ ഒക്കെ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ചികിത്സ വേണ്ടി വരും. അപ്പോൾ ചികിത്സയെക്കുറിച്ചും ടെസ്റ്റുകളെക്കുറിച്ചുമൊക്കെ അടുത്ത ലക്കം നമുക്ക് പ്രതിപാദിക്കാം. ഇപ്പോൾ ഓർക്കുക, മൂത്രത്തിലെ കല്ലിനെ നിസ്സാരമായി കളയരുത്. തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുക, അതിൻ്റെ കാരണം മനസ്സിലാക്കുക. കാരണം മാറ്റാൻ കഴിയുന്നതാണെങ്കിൽ ചികിത്സിച്ച് മാറ്റുക. ആഹാര രീതി കൊണ്ട് മാറ്റേണ്ടതാണെങ്കിൽ ആഹാര രീതിയിൽ മാറ്റം വരുത്തുക. എന്തൊക്കെയായാലും ധാരാളം വെള്ളം കുടിക്കുകയും മൂത്രം ധാരാളം പോവുകയും വേണം. ജീവിത രീതിയിൽ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടിവരും. കഠിനമായ ചൂടും വിയർപ്പും ഒഴിവാക്കി ആവശ്യത്തിനും കൂടുതലായും വെള്ളം കുടിച്ച് പിന്നിലുള്ള അസുഖത്തിനെ ചികിത്സിച്ച് സ്റ്റോണിനെ നമുക്ക് നേരിടാവുന്നതാണ്. ഇനി ബാക്കി ഭാഗം അടുത്ത ലക്കത്തിൽ പറയാം. നന്ദി, നമസ്കാരം. നാളത്തെ പ്രധാന OP വിവരം. സർജൻ ഡോക്ടർ SK അജയ്കുമാർ രാവിലെ 9 മുതൽ 12 വരെ. ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ ആൻഡ് ഡോക്ടർ പ്രിയദർശിനി രാവിലെ 10 മുതൽ 12:30 വരെ, വൈകിട്ട് 5 മുതൽ 7 വരെ. ഓർത്തോ ഡോക്ടർ ക്രിസ്റ്റഫർ ജബരാജ് ഉച്ചകഴിഞ്ഞ് 2:30 മുതൽ 4:30 വരെ. പൾമണോളജി ഡോക്ടർ സന്ദീപ് ഉച്ചകഴിഞ്ഞ് 3 മുതൽ 4:30 വരെ. കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻറ്റ്സിനും വിളിക്കൂ 0471 220 1898 9072442098 0471 220 1898 9072442098. സരസ്വതി FM കേൾക്കൂ, സമ്മാനം നേടൂ. ഇന്നത്തെ ചോദ്യം. ഇന്നത്തെ സമ്മാനാർഹമായ ചോദ്യം, നമ്മുടെ കിഡ്നിയിലെ ഒരു പ്രത്യേകതരം സ്റ്റോണിന് ഒരു മൃഗത്തിൻ്റെ കൊമ്പുമായി സാമ്യമുള്ള പേരുണ്ട്. ആ സ്റ്റോൺ അഥവാ കാൽക്കുലസിൻ്റെ പേര് പറയാമോ? ഉത്തരങ്ങൾ യൂട്യൂബിൽ കമൻ്റായി ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുമ്പ് നൽകൂ. സമ്മാനം നറുക്കെടുപ്പിലൂടെ. പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച വരുന്നതുവരെ നന്ദി, നമസ്കാരം. സരസ്വതി FM കരുതലിന്റെ നാദം കൊണ്ട് കേൾക്കൂ.